നമസ്കാരം. മഹാഭാരതത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നമ്മൾ അഭിമന്യു പോർക്കളത്തിൽ മരിച്ചു വീണു. എത്ര കല്ലുപോലെ ഹൃദയമുള്ളവർക്ക് പോലും സഹിക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയായിരുന്നു ആ അഭിമന്യുവിന്റെ കിടപ്പ്. കാരണം അവൻ ബാലനായിരുന്നു. വലിയ മഹാരഥന്മാരെക്കാൾ ശക്തിമത്തായി യുദ്ധം ചെയ്താണ് അവൻ മരിച്ചിരിക്കുന്നത്. അപ്പോ അത് അവന്റെ കിടപ്പ് കണ്ട്, കോമളനായ ബാലന്റെ കിടപ്പ് കണ്ട് എല്ലാവരുടെ കണ്ണിലും കണ്ണുനീർ പൊഴിഞ്ഞിരുന്നു. പത്മവ്യൂഹത്തിന് വെളിയിൽ അപ്പോഴും ജയദ്രഥനുമായി മല്ലിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു യുധിഷ്ഠിരന് പാണ്ഡവാദികളും. അവർക്ക് മനസ്സിലായി അഭിമന്യു വധിക്കപ്പെട്ടെന്ന്. അവരുടെ ദുഃഖം സീമാതീതമായിരുന്നു. അവർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ദുഃഖമായിരുന്നു, പ്രത്യേകിച്ച് യുധിഷ്ഠിരന്. കാരണം അദ്ദേഹമാണ് ഈ പത്മവ്യൂഹം ഭേദിക്കാൻ അഭിമന്യുവിന് പറഞ്ഞു വിട്ടത്. ആ ഒരു മനപ്രയാസം യുധിഷ്ഠിരന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. ബാലനായിരുന്ന അഭിമന്യുവിനെ പത്മവ്യൂഹം ഭേദിക്കാൻ പറഞ്ഞയച്ചത് അവനെ പ്രത്യേകിച്ച് യുധിഷ്ഠിരനാണ്. അഭിമന്യുവിന്റെ മരണത്തെപ്പറ്റി ചിന്തിച്ച് യുധിഷ്ഠിരൻ ആകുലപ്പെട്ടു. സമയം സന്ധ്യയായി. എല്ലാവരും ആയുധം താഴ്ത്തിയെങ്കിലും പാണ്ഡവർ ശിബിരങ്ങളിലേക്ക് മടങ്ങിയില്ല. അഭിമന്യു മരിച്ചതിന്റെ ദുഃഖത്തോടുകൂടി യുധിഷ്ഠിരൻ പറഞ്ഞു, എന്തൊരു പരാക്രമമാണ് അഭിമന്യു കാണിച്ചത്. അവനെ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വലിയ കഷ്ടമായി പോയി. ഞാൻ കാണിച്ചത് കൊടും പാതകമാണ്. ഞാൻ എങ്ങനെ അർജുനന്റെ മുഖത്ത് നോക്കും? ഞാൻ എങ്ങനെ സുഭദ്രയുടെ മുഖത്ത് നോക്കും? ഞാൻ എങ്ങനെ അർജുനന്റെയും സുഭദ്രയുടെയും ദുഃഖം കണ്ടുകൊണ്ടിരിക്കും? അവരെങ്ങനെ ഈ ദുഃഖം സഹിക്കും? ഓരോ ചിന്തകളാലും അഭിപ്രായങ്ങളാലും യുധിഷ്ഠിരൻ വളരെ വലിയ ദുഃഖിതനായി കഴിഞ്ഞിരുന്നു. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് യുധിഷ്ഠിരൻ ദുഃഖിച്ചിരുന്നു. ആ സമയം വേദവ്യാസൻ അവിടെ എത്തി. പാണ്ഡവശ്രേഷ്ഠൻ അദ്ദേഹത്തെ വേണ്ട പോലെ ഉപചരിച്ചിരുത്തിയ ശേഷം അഭിമന്യുവിനെ കൗരവർ അധാർമികമായി കൊല ചെയ്തതിൽ താൻ അനുഭവിക്കുന്ന വേദനയുടെ ആഴം അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ വേദവ്യാസൻ പറഞ്ഞു, യുധിഷ്ഠിര, അങ്ങയെപ്പോലെ എല്ലാം അറിയുന്നവൻ വിലപിക്കുന്നത് കാണുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയാണ് ചെയ്യുന്നത്. മൃത്യു തക്ക സമയത്ത് വന്നു ചേരുന്നതാണ്. അതിനെവിടെയും തടസ്സമില്ല. ആരൊക്കെ രക്ഷിച്ചാലും മരിക്കേണ്ടവർ അതിനുള്ള സമയമാകുമ്പോൾ മരിക്കും. അതാണ് നിയതിയുടെ സ്വഭാവം. വ്യാസോക്തികൾ കേട്ടപ്പോൾ യുധിഷ്ഠിരന് അല്പം സമാധാനം ഉണ്ടായെങ്കിലും കൂടുതൽ അറിയാനുള്ള അഭിവാഞ്ച കൊണ്ട് അദ്ദേഹം ചോദിച്ചു, ഭഗവാനെ, എന്താണ് മൃത്യു? മൃത്യു എങ്ങനെ സംഹാരം ചെയ്യുന്നു? എന്തിനാണ് മൃത്യു ഇങ്ങനെ ലോകത്തെ ഹരിക്കുന്നു? അപ്പോൾ വ്യാസൻ ഒരു കഥ പറയുന്നു. വ്യാസ മഹർഷി പറയുന്ന കഥ എന്താണെന്ന് നമുക്ക് നോക്കാം. പണ്ട് ത്രേതായുഗത്തിൽ അകമ്പനൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം ധാർമ്മികനും യശസ്വിയും പരാക്രമശാലിയുമായിരുന്നു. അദ്ദേഹത്തിന് ഹരി എന്നു പേരുള്ള ഒരു പുത്രനും ഉണ്ടായിരുന്നു. ആ കുമാരൻ അച്ഛനെ പോലെ തന്നെ ശക്തിമാനും പുരുഷോത്തമനുമായിരുന്നു. ഈ പുരുഷോത്തമൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? പുരുഷന്മാരിൽ ഉത്തമനായിട്ടുള്ളവനാണ് പുരുഷോത്തമൻ. അങ്ങനെ ഒരിക്കൽ അച്ഛനും മകനും കൂടി ശത്രുക്കളുമായി യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിൽ ഹരി മരണപ്പെട്ടു. ദുഃഖിതനായ അകമ്പനൻ മകനെ ഓർത്ത് വിലപിച്ചുകൊണ്ടിരുന്നു. പുത്രസ്മരണ കൊണ്ട് നിദ്രാവിഹീനായി അദ്ദേഹം നാളുകൾ കഴിച്ചുകൂട്ടി. ഒരു ദിവസം നാരദ മഹർഷി അകമ്പനന്റെ കൊട്ടാരത്തിലെത്തി. അകമ്പനനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പലതും പറഞ്ഞു. അപ്പോൾ അകമ്പനൻ ചോദിച്ചു, മഹർഷി, മരണം എന്നാൽ എന്താണ്? അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അപ്പൊ നാരദൻ പറഞ്ഞു, പണ്ട് സത്യയുഗമായിരുന്ന കൃതായുഗത്തിൽ സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രഹ്മദേവൻ അനേകം പ്രജകളെ സൃഷ്ടിച്ചു. അവരെല്ലാം ഒരുപാട് വർഷം കഴിഞ്ഞിട്ടും മൃത്യുവില്ലാത്തതിനാൽ മൃതരായില്ല. ഭാരം വർദ്ധിച്ചതോടുകൂടി ഭൂമിദേവി ആർത്തയായി എന്നെ രക്ഷിക്കണേ എന്ന് ഭൂമി ബ്രഹ്മാവിനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ സംഹാരമില്ലാത്ത ലോകത്തെ പറ്റി അദ്ദേഹം ചിന്തിച്ചു. സംഹാരത്തെ പറ്റി എന്ത് വേണമെന്നറിയാതെ അദ്ദേഹം വിഷമിക്കുകയും ചെയ്തു. ബ്രഹ്മാവിന് രോഷമുണ്ടായി. രോഷം മൂലം അഗ്നി ഉണ്ടായി. അഗ്നി ദേശാന്തരങ്ങളെ ചുടാൻ തുടങ്ങി. മണ്ണും വിണ്ണും വ്യോമവും എല്ലാം ജ്വാലകങ്ങളെ കൊണ്ട് നിറഞ്ഞു. ഉടൻ തന്നെ സ്ഥാണു എന്ന് പറഞ്ഞാൽ പരമശിവൻ, അദ്ദേഹത്തിന് പ്രളയകാലത്ത് പോലും നാശമില്ലാത്തവൻ എന്ന അർത്ഥത്തിലാണ് സ്ഥാണു എന്ന പേര് വന്നിരിക്കുന്നത്.
അദ്ദേഹം ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. ബ്രഹ്മദേവന്റെ അഗ്നിജ്വാലകൾ കൊണ്ട് ലോകം മുഴുവൻ കത്തി നശിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതിനൊരു അറുതി വരുത്തണം എന്നുള്ളതാണ്. അപ്പൊ ബ്രഹ്മാവ് ശിവനോട് പറഞ്ഞു, നിന്റെ ആഗ്രഹം സാധിച്ചു തരാം, എന്താണ് നീ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്? അപ്പോൾ ശിവൻ പറഞ്ഞു, ഭഗവാന്റെ യത്നം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതെല്ലാം ഭഗവാന്റെ അല്ലെങ്കിൽ ഭവാന്റെ ക്രോധം കൊണ്ട് തന്നെ നശിക്കുകയും ചെയ്യുന്നു. അങ്ങ് സൃഷ്ടിച്ചതെല്ലാം അങ്ങയുടെ കോപം കൊണ്ട് ദാ നശിച്ചുകൊണ്ടിരിക്കുന്നു. അവയോട് ഭവാൻ കരുണ കാണിച്ചാലും. ഗംഗാധരന്റെ അപേക്ഷ കേട്ട ബ്രഹ്മാവ് ക്രോധാഗ്നിയെ തന്നിലേക്ക് തന്നെ അടക്കി. ആ രോഷാഗ്നിയിൽ നിന്ന് സുന്ദരിയെ യൗവനയുക്തയുമായ ഒരു യുവതി ഉണ്ടായി. ആ വിശ്വമോഹിനി വാനോരെ നോക്കി ചിരിച്ചു. ബ്രഹ്മദേവൻ അവളെ മൃത്യോ എന്ന് വിളിച്ചു. അവൾ അദ്ദേഹത്തെ താണു വണങ്ങി. ജീവികളെ യഥാസമയത്ത് സംഹരിക്കണമെന്ന് അദ്ദേഹം അവളോട് കൽപ്പിച്ചു. ആരും മരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, അവർ തന്നെ ശപിക്കും എന്ന് പറഞ്ഞ് മൃത്യോ കണ്ണുനീർ വാർത്തു. ബ്രഹ്മദേവൻ ആ കണ്ണുനീർ കയ്യിൽ വാങ്ങി. അത് പിൽക്കാലത്ത് പലവിധ രോഗങ്ങളായി പരിണമിച്ചു. ആ രോഗങ്ങൾ പ്രധാന മരണ കാരണങ്ങളായി. കാമവും ക്രോധവും ഇല്ലാതെ മൃത്യു അവളുടെ സംഹാരം ആരംഭിച്ചു. ആരോടും മൃത്യുവിന് ഇഷ്ടമോ അനിഷ്ടമോ ഇല്ല, തന്റെ ധർമ്മത്തെ ആചരിക്കുന്നു എന്ന് മാത്രം. നാരദ മഹർഷിയുടെ കഥനം കേട്ട് കഴിഞ്ഞപ്പോൾ അകമ്പന രാജാവിന് സമാധാനമായി. ഈ കഥ വ്യാസമഹർഷി പറഞ്ഞതോടുകൂടി യുധിഷ്ഠിരനും സമാധാനമായി. വ്യാസൻ പറഞ്ഞു, അഭിമന്യു അനശ്വര തേജസ്സോടെ സ്വർഗത്തിലിരിക്കുന്നു. ഇവിടെ ജീവിച്ചിരിക്കുന്നവരാണ് ദുഃഖിതർ. അതുകൊണ്ട് ദുഃഖം വെടിഞ്ഞ് ഭവാൻ ശത്രുക്കളെ നേരിടുക. ഇത്രയും പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് വ്യാസമഹർഷി അപ്രത്യക്ഷനായി. ദുഃഖാർത്ഥനായ യുധിഷ്ഠിരൻ സമാധാന ചിത്തനായി അവരെല്ലാവരും ശിബിരത്തിലേക്ക് മടങ്ങി. എന്നാൽ അപ്പോഴും യുധിഷ്ഠിരന്റെ ഹൃദയാന്തർഭാഗത്ത് ഒരു ചോദ്യം അവശേഷിച്ചു. ദൈവമേ, അർജുനനോട് ഞാൻ എന്തു പറയും? അന്ന് അർജുനൻ സംശപ്തകരെ തോൽപ്പിക്കുന്നതിന് കൂടുതൽ സമയം വേണ്ടി വന്നു. സന്ധ്യ ആയപ്പോഴേക്കും അവരിൽ നല്ലൊരു പങ്ക് കൊല്ലപ്പെട്ടു. ശേഷിച്ചവർ പലായനം ചെയ്തു. അപ്പോൾ അർജുനനും ശ്രീകൃഷ്ണനും കൂടി ശിബിരത്തിലേക്ക് മടങ്ങി. പ്രധാന പോർക്കളത്തിൽ എന്തൊക്കെ നടന്നു എന്ന് അർജുനന് അറിയാമായിരുന്നില്ല. എങ്കിലും ദ്രോണർ പത്മവ്യൂഹം ചമച്ചിരുന്നെന്നും തന്മൂലം പാണ്ഡവർ കൂടുതലായി വിഷമിച്ചുവെന്നും അവൻ മനസ്സിലാക്കി. ശിബിരത്തോട് അടുക്കും തോറും അവന്റെ മനസ്സ് അസ്വസ്ഥമാകാൻ തുടങ്ങി. അവന്റെ ഇടം തോളും ഇടം കണ്ണും തുടിക്കുവാൻ തുടങ്ങി. അത് അശുഭ ലക്ഷണമാണല്ലോ എന്നോർത്ത് അർജുനൻ പരിഭ്രമിച്ചു. അവന്റെ നാക്കു വരണ്ടു. എന്തോ കാര്യമായ നഷ്ടമുണ്ടായി എന്ന് മനസ്സ് മന്ത്രിക്കുന്നത് പോലെ അർജുനന് തോന്നി. അതെല്ലാം കൃഷ്ണനോട് പറഞ്ഞിട്ട് അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തു, ഗോവിന്ദ, യുധിഷ്ഠിരന് വല്ല ആപത്തും സംഭവിച്ചുവോ? എന്തോ വലിയ ഭയം തോന്നുന്നു. ഏയ്, യുധിഷ്ഠിരനും സഹോദരന്മാർക്കും ഒരാപത്തും സംഭവിച്ചിട്ടില്ല. നീ വെറുതെ ഭയപ്പെടുകയാണ്. കൃഷ്ണൻ അർജുനനെ സമാധാനിപ്പിച്ചു. ശിബിരത്തോട് അടുക്കും തോറും അർജുനന്റെ അസ്വാസ്ഥ്യം വർദ്ധിക്കാൻ തുടങ്ങി. ശിബിരം മുഴുവൻ നിശബ്ദമായിരുന്നു. സൈന്യങ്ങളുടെ കോലാഹലങ്ങളില്ല, ഭേരിനാദമോ വീണാനാദമോ ഒന്നും കേൾക്കുന്നില്ല. ശോകമൂകമായ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അർജുനന് ബോധ്യമായി. ധനഞ്ജയൻ വേഗത്തിൽ തേരിൽ നിന്ന് ഇറങ്ങി ശിബിരത്തിനുള്ളിലേക്ക് കടന്നു. താൻ തേരിൽ നിന്ന് ഇറങ്ങിയാലുടൻ തന്നെ എതിരേൽക്കാൻ വരാറുള്ള അഭിമന്യുവിനെ അവിടെ എങ്ങും കണ്ടില്ല. അർജുനനെ കണ്ടതോടെ എല്ലാവരും വ്യസനാക്രാന്തരായി തല താഴ്ത്തി. അർജുനൻ അസഹ്യതയോടെ ചോദിച്ചു, എന്താണ് എല്ലാവരും ഇങ്ങനെ മൗനമായിരിക്കുന്നത്? എന്തോ അത്യാഹിതം സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അഭിമന്യുവിനെ ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. ദ്രോണർ പത്മവ്യൂഹമാണ് ചമച്ചിരിക്കുന്നതെന്ന് ഞാൻ കേട്ടു. പത്മവ്യൂഹം ഭേദിക്കാൻ അഭിമന്യുവിനല്ലാതെ മറ്റാർക്കും കഴിയില്ല. എന്നാൽ വ്യൂഹത്തിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള ഉപായം ഞാൻ അവന് പറഞ്ഞു കൊടുത്തിട്ടുമില്ല. ആരും ഒന്നും പറയുന്നില്ല. അർജുനൻ ശബ്ദം ഉയർത്തി ചോദിച്ചു, അവൻ വ്യൂഹം ഭേദിച്ചുവോ? നിങ്ങൾ അവനെ അതിനകത്ത് കടത്തി വിട്ടുവോ? എങ്കിൽ അനേകം മഹാരഥന്മാരുടെ ഇടയ്ക്ക് ഒറ്റയ്ക്കകപ്പെട്ട ആ ബാലൻ വല്ലാതെ വിഷമിച്ചിരിക്കും. അവനെ ആ നരവ്യാഘ്രങ്ങൾ പിച്ചി ചീന്തിയിരിക്കും. അർജുനന്റെ ചോദ്യങ്ങൾക്ക് കേട്ട് എല്ലാരും പരുങ്ങി. അർജുനന്റെ മുഖത്ത് നോക്കാൻ പോലും ആർക്കും ധൈര്യം ഉണ്ടായില്ല. അപ്പോൾ അർജുനന് ബോധ്യമായി അഭിമന്യു മരിച്ചുവെന്ന്. അവന്റെ ഭാവം മാറി
താപം കൊണ്ടും കോപം കൊണ്ടും ബീഭത്സുവിന്റെ മുഖം ബീഭത്സമായി. എല്ലാവരും പേടിച്ചരണ്ടു. അർജുനൻ സഹോദരന്മാരെ കണക്കിന് ശകാരിച്ചു. പൊട്ടിത്തകർന്ന ഹൃദയത്തോടെ അവൻ ചോദിച്ചു, സൗഭദ്രൻ എങ്ങനെയാണ് മരിച്ചത്? നിങ്ങളൊക്കെ യുദ്ധം ചെയ്യാൻ ഉണ്ടായിരുന്നിട്ടും നിങ്ങളെയൊക്കെ ധിക്കരിച്ച് എങ്ങനെ ശത്രുക്കൾ അവനെ കൊന്നു? ഈ ആയുധങ്ങളും പടച്ചട്ടയും ഒക്കെ വെറും മോടിക്ക് വേണ്ടി കൊണ്ടു നടക്കുകയാണോ? ഇനി സുഭദ്രയോട് ഞാൻ എന്തു പറയും? ദ്രൗപദിയോട് എന്തു പറയും? ഉത്തരയെ ഞാൻ എങ്ങനെ നേരിടും? ഉത്തര എന്ന് പറയുന്നത് അഭിമന്യുവിന്റെ ഭാര്യയായിരുന്നു. ഞാൻ ഉത്തരയെ എങ്ങനെ സമാധാനിപ്പിക്കും? മേഘഗർജനം പോലെ ധനഞ്ജയൻ അലറി, പറയിൻ, എങ്ങനെയാണ് അഭിമന്യുവിനെ കൊന്നത്? അന്തകനെ പോലെ നിൽക്കുന്ന അർജുനനോട് ഒന്നും പറയാൻ ആർക്കും ധൈര്യം വന്നില്ല. അവസാനം യുധിഷ്ഠിരൻ അർജുനനോട് അടുത്തേക്ക് നടന്നു ചെന്നു കാര്യങ്ങളൊക്കെ അനുനയത്തിൽ വിശദമായി പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അയ്യോ എന്റെ മകനെ എന്ന് വിളിച്ചുകൊണ്ട് അർജുനൻ മോഹാലസ്യപ്പെട്ട് നിലത്തു വീണു. കൃഷ്ണൻ അവനെ വാരിയെടുത്ത് മടിയിൽ കിടത്തി ശീതോപചാരങ്ങൾ ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ അഭിമന്യു കണ്ണു തുറന്നു. ജയദ്രഥനാണ് അഭിമന്യുവിന്റെ മരണത്തിന് ഉത്തരവാദിയെന്ന് അർജുനന് ബോധ്യമായി. അർജുനന്റെ ശരീരം വിറച്ചു, കണ്ണുകൾ ക്രോധം കൊണ്ട് ചുവന്നു, മുഖം ബീഭത്സമായി, കൈകൾ കൂട്ടി ഞെരിച്ചുകൊണ്ട് കൂട്ടിയടിച്ചു. ഭ്രാന്തനെ പോലെ അവൻ ആക്രോശിച്ചു. ജയദ്രഥനെ ഞാൻ നാളെ വധിക്കും. ഇതാ ഞാൻ സത്യം ചെയ്യുന്നു. നാളെ അസ്തമയത്തിന് മുമ്പ് ഞാൻ ജയദ്രഥനെ കൊല്ലും. നാളെ ആദിത്യൻ അസ്തമിച്ചിട്ടും ജയദ്രഥൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ അഗ്നിയിൽ ചാടി മരിക്കും. ഇത് സത്യം. അർജുനൻ ദേവദത്തം എന്ന് പറയുന്ന ശംഖാണ് എടുത്ത് ഉച്ചത്തിൽ വിളിച്ചു. ഗാന്ധീവത്തിൽ നിന്ന് ഞാണൊലി പുറപ്പെടുവിച്ചു. ഭഗവാൻ പാഞ്ചജന്യം മുഴക്കി. ഒരു വലിയ യുദ്ധത്തിന്റെ പ്രതീതി തന്നെ അവിടെ ഉണ്ടായി. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.